ഏതൊരു കൂട്ടായ്മയ്ക്കും വചനധ്യാനം ആവശ്യമാണ്. ഇന്നത്തെ കൂടിവരവിൽ വചനധ്യാനം നടത്തുന്നത് വാളകം വലിയ പള്ളിയുടെ മകനും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട റെവറൻ ജോൺ ജി വർഗീസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട സോണി ഫിലിപ്പ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഷാലോൻ എൻ ജോൺ അച്ഛൻ, ഇന്നത്തെ ക്രിസ്മസിൻ്റെ സന്ധ്യയിൽ ഒരുമിച്ച് സംബന്ധിക്കുന്ന വിശ്വാസ സമൂഹം, ഏവർക്കും ക്രിസ്മസ് ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഇടവകയിൽ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിൽ സംബന്ധിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ ദൈവവചന ധ്യാനത്തിന് അവസരം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം, മനോഹരമായിട്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോടും ഗായക സംഘത്തോടും സൺഡേ സ്കൂൾ യുവജനസഖ്യം കുഞ്ഞുങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയുകയാണ്. എനിക്കറിയാം, ഈ ഒരു ക്രിസ്മസ് കരോൾ സർവീസിൻ്റെ പ്രസംഗത്തിന് വലിയ സാങ്കത്യമൊന്നുമില്ല. ഞാൻ അച്ഛനായിട്ടിരിക്കുന്ന പള്ളിയിൽ തന്നെ ഞാൻ വളരെ പാടുപെട്ടാണ് ഗസ്റ്റിനെ വിളിക്കാറുള്ളത്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സമയം കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്താലും ആളുകൾ അടുത്ത പരിപാടി എന്താണ് എന്ന് നോക്കിയിരിക്കുമ്പോൾ പ്രസംഗത്തിന് വലിയ കാര്യമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒരു വലിയ പ്രസംഗം നടത്താനായിട്ട് ഞാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളും ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ സേവ്യാ സംഘത്തിൻ്റെ പാട്ടിന് വേണ്ടി അവരിങ്ങനെ തയ്യാറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അവർ ആദ്യമേ മുമ്പിലത്തെ ബെഞ്ചിൽ വന്നിരിക്കുകയാണ്. കാരണം ആ ബെഞ്ച് അവർക്ക് പെട്ടെന്ന് ഒന്ന് പാടാനായിട്ട്. ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടായതുകൊണ്ട് ഞാനൊരു ചുരുങ്ങിയ ധ്യാനം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ക്രിസ്മസ് മെസ്സേജ് അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയുള്ള വലിയ സന്തോഷവും വലിയ ആഘോഷങ്ങളൊന്നും തന്നെ ആദ്യത്തെ ക്രിസ്മസിലില്ലായിരുന്നു. വേദപുസ്തകത്തിലെ വ്യാഖ്യാനങ്ങളിൽ അങ്ങനെ ഇല്ല. ആദ്യത്തെ ക്രിസ്മസ് സംഘർഷങ്ങളുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും പരിഭവങ്ങളുടെയും പേടിയുടെയും ഭയത്തിൻ്റെയൊക്കെ ക്രിസ്മസാണ് ആദ്യത്തെ ക്രിസ്മസ്. ഇപ്പോൾ നമ്മൾ രണ്ടാം പാഠമായിട്ട് വായിച്ച ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അതിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ഭയപ്പെടേണ്ട എന്ന വാക്കാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിരുന്നൊരു പള്ളിയിൽ ക്രിസ്മസിന് പാഠം വായിച്ച പെൺകുട്ടി അവൾ വായിച്ചത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ടടാ എന്നാണ് വായിച്ചത്. ഇപ്പോഴത്തെ ലാംഗ്വേജാണ്, മോഡേൺ ലാംഗ്വേജാണ്. ഇപ്പോൾ എല്ലാവരും എടാ ചേർത്താണ് വിളിക്കുന്നത്. അതുകൊണ്ട് അവൾ വായിച്ചു ഭയപ്പെടേണ്ടടാ. എന്നിട്ട് അവൾക്ക് തെറ്റാണെന്ന് തോന്നിയില്ല. അപ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മോളെ ഇതങ്ങനല്ല, ഭയപ്പെടേണ്ട എന്നാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഭയപ്പെടേണ്ട എന്ന വാക്കാണ് ക്രിസ്മസിൽ നിഴലിച്ച് നിൽക്കുന്ന പ്രധാനപ്പെട്ട വാക്ക്. ഞാനൊരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ക്യാപ്സ്യൂൾ പരുവത്തിലൊരു 6 ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ ഈ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നെന്ന് പറയുന്നത് ക്രിസ്മസ് ഈസ് എ ടൈം ടു റിജോയ്സ്. 6 വെച്ചുള്ള വാക്കുകളാണ്. ഇംഗ്ലീഷിലെ 6 വെച്ചുള്ള വാക്കുകളാണ് ഈ 6 വാക്കുകൾ. റിജോയ്സ്, സന്തോഷത്തിൻ്റെ സമയമാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് ഈ ദൂതൻ വന്ന് ആട്ടിടയരോട് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സർവ്വജനം എന്ന് പറയുമ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ ഞങ്ങൾ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് അതൊരു യൂണിവേഴ്സൽ ഗോസ്പൽ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. അത് യഹൂദന്മാർക്ക് വേണ്ടിയുള്ള സുവിശേഷമല്ല. ഈ ലോകത്തിൽ ആരൊക്കെ ഉണ്ടോ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയുള്ള സുവിശേഷമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം. അതിനകത്താണ് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയും. അതുകൊണ്ട് ക്രിസ്മസ് ഈസ് എ പീരീഡ്, ഈസ് എ ടൈം ടു റിജോയ്സ്. അപ്പോൾ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ മൈക്കിൾ ജാക്സൺ ഡാൻസ് ചെയ്യുന്ന പോലെയും ബലൂൺ പൊട്ടിക്കുകയും സാന്റാക്ലോസും നാസിക് ഡോളും ഡ്രമ്മടിയും ഒക്കെ അല്ല സന്തോഷം എന്ന് പറയുന്നത്. നിരാശയുടെ മധ്യത്തിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ തന്നെ നമ്മളെ തന്നെ സംബന്ധിച്ച് കേരളം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ദുരന്ത വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോ ദിവസവും. അത് വാഹനാപകടമാണെങ്കിലും, കുഞ്ഞുങ്ങൾ മരിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമാണെങ്കിലും, ദുരന്തമാണെങ്കിലും, ഇതെല്ലാം നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. അതിൻ്റെ മധ്യയാണ് ക്രിസ്മസ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇറ്റ്സ് എ ടൈം ടു റിജോയ്സ്. ഇത് മറന്ന് യേശു ക്രിസ്തുവിൻ്റെ ജനനം നമുക്കൊരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന അനുഭവമാണ് എന്നുള്ളത്. 2, ഇതൊരു റിമംബറൻസ് ആണ്, ഓർമ്മയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പ്രതിസന്ധിയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും മധ്യേ നടന്ന സംഭവമാണ്. ആ സംഭവത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നതിൻ്റെ കാരണം എന്താണ്? യേശു ക്രിസ്തു ഇന്നും എന്നും എന്നേക്കും അനന്യനായതുകൊണ്ടാണ് നമ്മളത് എപ്പോഴും ഓർക്കുന്നത്. ആ ഓർമ്മയുണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗുണ്ട്, ഓർമ്മയുണ്ടോ ഈ യുവം, അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ അറിയാവുന്നത്. അപ്പോൾ ഓർമ്മയാണ് നമ്മളെ ജീവിക്കുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രേരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ, അതാണ് ക്രിസ്മസ്. അപ്പോൾ നിങ്ങൾ കൂടുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ കരോൾ റൗണ്ട്സ് കടന്നു വരുമ്പോഴും ഒക്കെ
നമ്മൾ ഈ ഓർമ്മ അറിയിക്കുകയാണ്, ആളുകളോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഇപ്പം ഇറങ്ങുന്ന ചില ട്രോളുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ക്രിസ്മസ് കരോൾ സംഘം ഇങ്ങനെ ഇപ്പം വരുമ്പം സാധാരണ ലൈറ്റ് ഓഫ് ചെയ്യും. കാരണം അവർ കയറാതിരിക്കാൻ വേണ്ടി ലൈറ്റ്, നമ്മൾ പള്ളിയിൽ നിന്ന് പോകുന്നതല്ല, പള്ളി നമ്മൾ അറിയിച്ചിട്ടാണ് പോകുന്നത്. അല്ലാതെ വരുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ വന്നൊരു ചെറിയ ഒരു വീഡിയോ ആണ്. ഇപ്പം ഇങ്ങനെ ഇവന്മാർ പമ്മി പാടാതെ അവിടെ വന്ന് കൊട്ടാതെ വീടിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്ചായനും അമ്മാമ്മയും കൂടെ കുറേ നേരം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ശബ്ദമൊന്നും കേൾക്കാത്തപ്പം വിചാരിച്ചു എല്ലാവരും പോയി എന്ന് വിചാരിച്ച് ലൈറ്റ് ഇട്ടതും അവന്മാർ കൊട്ടി പാടാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ഓർമ്മ യേശുക്രിസ്തു വന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ ഇത് മരണത്തിൻ്റെ മേലുള്ള ഒരു ജയമായി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ കാണുവാൻ ഇടയായിട്ട് തരും. 3, ഇത് റിജക്ഷനാണ്. റിജക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെ സത്രത്തിലേക്ക് വന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഇടയില്ല. നിങ്ങൾ ഈ യേശുക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും വേദോസ്തം വ്യക്തമായ ധാരണ നൽകുന്നില്ല. പശുതൊട്ടിയിൽ കിടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സത്രത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉള്ള സ്ഥലമില്ല, ഇടമില്ല. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതാണ് റിജക്ഷൻ. അപ്പോൾ ഈ നാട്ടിൽ തള്ളപ്പെട്ട എല്ലാ ആളുകളും, ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്നും തള്ളപ്പെട്ട ഒരാളാണെങ്കിൽ, അതല്ല നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട ഒരാളാണെങ്കിൽ, ഇടവകയിൽ നിന്നും തള്ളപ്പെട്ട ഒരാളാണെങ്കിൽ, തള്ളപ്പെട്ട ആളുകളുടെ സുവിശേഷമാണ് ക്രിസ്തുമസിൻ്റെ സുവിശേഷം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റിജക്ഷൻ എന്ന വാക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. 4, റിബ്യൂക്ക് എന്നുള്ള വാക്കാണ്. റിബ്യൂക്ക് എന്നുള്ള വാക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഹെരോദാവിനെ അനുസരിക്കാതെ പോയ വിദ്വാൻമാർ ക്രിസ്തുമസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവർ ഹെരോദാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് വരുമ്പോൾ നിങ്ങൾ വായിക്കുന്നത് അവർ മറ്റൊരു വഴിയായിട്ട് അവൻ്റെ ആജ്ഞ ലംഘിച്ചിട്ട് തിരിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുമസ് നൽകുന്ന ഊർജം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ എതിർത്ത് നിൽക്കുവാനുള്ള ഇടമാണ്. അവിടുത്തെ ഭരണാധികാരി ഹെരോദാവ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ കൊന്നയാളാണ്, അദ്ദേഹത്തിൻ്റെ മക്കളെ കൊന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 2 വയസ്സിന് താഴെയുള്ള അവിടെ അന്ന് 20 കുഞ്ഞുങ്ങളെ മറ്റോ കാണത്തുള്ളൂ ബേത്ലഹേമിൽ. അവരെ കൊല്ലാനായിട്ട് യാതൊരു പാടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പാടുമില്ലാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ധൈര്യം, അത്രമാത്രം ക്രൂരനായ ഒരു മനുഷ്യനെ റിബ്യൂക്ക് ചെയ്യുവാൻ, പ്രതിരോധിക്കുവാൻ അവിടുത്തെ വിദ്വാൻമാർക്ക് സാധ്യമായിട്ട് തീർന്നു എന്നുള്ളത് ക്രിസ്മസിൻ്റെ സന്ദേശമാണ്. 5-ാമത്തെ വാക്ക് റെസൊണൻസ് ആണ്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ അലയൊലികൾ എന്ന വാക്കാണ്. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത് ഇങ്ങനെ അലയൊലികളായിട്ട് നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ഈ 25 കഴിഞ്ഞുള്ള ദിവസങ്ങളിലുമൊക്കെ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളതിൻ്റെ സത്വാർത്തയുടെ അലയൊലികളാണ്. അതുകൊണ്ടാണ് ദൂതൻ അവരോട് പറയുന്നതും സ്വർഗം തുറന്നുള്ള പാട്ടും സ്വർഗീയ സൈന്യത്തിൻ്റെ പാട്ടും, സ്വർഗീയ സൈന്യം പാട്ട് പാടിയതുകൊണ്ടാണ് ഗായക സംഘമൊക്കെ ഇവിടെ നിന്ന് പാടുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ പാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അലയൊലിയാണ് ഇങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് ക്രിസ്തു ജനിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. 6-ാമത് അവസാനത്തെ കാര്യം റെക്കൺസിലേഷനാണ്. റെക്കൺസിലേഷൻ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനമാണ്. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുരഞ്ജനം. അതായത് വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം യേശുക്രിസ്തുവായിട്ട് തീർന്നു, വചനം മനുഷ്യനായിട്ട് തീർന്നു, എന്നിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നു പാർത്തു. അതാണ് അനുരഞ്ജനത്തിൻ്റെ ഉദാത്ത മാതൃക. വേറൊരു മാതൃകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഇവിടെ പാട്ട് പാടുന്നു, നമ്മൾ നൃത്തം, കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഈ വലിയ അനുഭവം, വലിയ നന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീരുക എന്നുള്ളത് പ്രധാനമാണ്. 6 വാക്കുകളെയാണ് ഞാൻ എൻ്റെ ഈ ധ്യാനത്തിൽ ഹൈലൈറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ചുരുങ്ങിയ ധ്യാനമാണ്, വലിയൊരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടില്ല. ഒന്നെന്ന് പറയുന്നത് റിജോയ്സ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. സന്തോഷിക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊന്നും ഇല്ല. ഫിലിപ്പിയ ലേഖനത്തിൽ സഭയ്ക്ക് അവരൊക്കെ പ്രതിസന്ധിയാണ്. അവരോട് പറയുകയാണ് നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുകയാണ്. ക്രിസ്തുമസ് പറയുകയാണ് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്ന അനുഭവമാണ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. 2, ഞാൻ പറഞ്ഞത് ഓർമ്മയുടെ അനുഭവമാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ടൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന ഓർമ്മയുടെ അനുഭവമാണ്. 3, റിജക്ഷനാണ്. അതായത് തള്ളപ്പെട്ടവരുടേതും കൂടെയാണ് ഈ ക്രിസ്തുമസ്, തള്ളിക്കളഞ്ഞവരുടെയും കൂടെയാണ് ഈ ക്രിസ്മസ്, ഒറ്റപ്പെട്ടു പോയ ആളുകളുടെയും കൂടെയാണ് ഈ ക്രിസ്തുമസ്, ഒരു താങ്ങും തണലുമില്ലാതെ പോയ ആളുകളുടെയും കൂടെയാണ് ഈ ക്രിസ്തുമസ് എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സാന്താക്ലോസൊക്കെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവരെ കണ്ടെത്തി ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രഡിഷൻ രൂപപ്പെട്ടു വരുന്നത്. 4, ചില കാര്യങ്ങളെ പ്രതിരോധിച്ച് നിൽക്കുവാൻ
ദൈവം തമ്പുരാൻ ഈ ക്രിസ്മസിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കും. അത് ഭരണകരമായ സംഗതിയാണെങ്കിലും അത് ഏത് തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളാണെങ്കിലും അതിനെ പ്രതിരോധിച്ച് നിൽക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് റെസൊണൻസ് ആണ്, അലയൊലികളാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ക്രിസ്മസിൻ്റെ അലയൊലികൾ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. 6 അനുരഞ്ജനമാണ്. അനുരഞ്ജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ഏത് തരത്തിലെങ്കിലും നമ്മുടെ അനുരഞ്ജനം നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെയെല്ലാം അനുരഞ്ജനപ്പെട്ടുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരും. ക്രിസ്മസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുവാനൊക്കെ ഉണ്ട്. നിങ്ങൾ ഞാൻ ഈ ക്രിസ്മസിനെ കുറിച്ച് പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന് താരകയിൽ എഴുതിയിട്ടുണ്ട്, മറ്റൊന്ന് വനിതാ ബോധനയിൽ എഴുതിയിട്ടുണ്ട്. ഇത് 2 വശങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെല്ലാം കൂടെ പറഞ്ഞു വിടാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയുകയാണ്, അനുരഞ്ജനത്തിൻ്റെ മാതൃകകൾ ഈ ക്രിസ്മസിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഇതൊരു സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ദിവസവും നിമിഷങ്ങളുമായി തീരുവാൻ ഈ ക്രിസ്മസ് ഇടയായിട്ട് തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാ പ്രിയപ്പെട്ടവരുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛാ.